പ്രഭാത വാർത്തയിലേക്ക് വിശദമായി കടക്കുന്നു. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കായി CBI ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്നലെ വയനാട്ടിലെത്തിയ സംഘം ഒരാഴ്ച വയനാട്ടിൽ തുടരും. സിദ്ധാർത്ഥന്റെ പിതാവിനോട് മൊഴി നൽകാൻ ചൊവ്വാഴ്ച ഹാജരാകാൻ CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് രേഖകളുടെ പകർപ്പ് കൽപ്പറ്റ DYSP TN സജീവൻ CBIക്ക് കൈമാറി. കോടതിയിൽ കേസ് കൈമാറ്റം അറിയിച്ച ശേഷം അസൽ പകർപ്പുകൾ നൽകും. വിഷയത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാളെ കോളേജിലെത്തി തെളിവെടുക്കും. അധ്യാപക അനധ്യാപക ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച നഴ്സ് PB അനിത ഇന്ന് വീണ്ടും ജോലിയിൽ പ്രവേശിക്കും. സ്ഥലം മാറ്റത്തിൽ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരും വരെ കോഴിക്കോട് തന്നെ നിയമനം നൽകി ഇന്നലെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് അനിത പ്രതികരിച്ചു. സ്ഥലം മാറ്റത്തിന് എതിരെ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നിയമനം ലഭിക്കാതായതോടെ 6 ദിവസമായി സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത സമരത്തിലായിരുന്നു. അനിത നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്തേക്കും. പ്രതികൾ അശോക് ദാസിനെ മർദ്ദിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കും. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അശോക് ദാസിനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ ഡിലീറ്റ് ആക്കിയ ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികളും സുഹൃത്തും മരിച്ചതിൽ അന്വേഷണം തുടരുന്നു. മരിച്ച നവീനിന്റെ കോട്ടയത്തെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. തുടരന്വേഷണത്തിന് സഹായിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. ഡോൺ ബോസ്കോ എന്ന പേരിൽ ആര്യയ്ക്ക് വന്ന ഇമെയിലുകൾ അയച്ചത് ആര് എന്നതിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നവീനാണ് മെയിലുകൾക്ക് പിന്നിലെന്നാണ് സൂചന. ജീവൻ ഒടുക്കുന്നതിന് മുൻപ് ഇവർ ഓൺലൈൻ വഴി മറ്റാരെങ്കിലുമായി സംവദിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വേനൽ ചൂടിന് ആശ്വാസമായി വീണ്ടും മഴയെത്തുന്നു. സംസ്ഥാനത്ത് 5 ദിവസം വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, വയനാട് ജില്ലകളിലാണ് മഴ സാധ്യത. നാളെ 9 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ ലഭിക്കുക. മറ്റന്നാൾ 14 ജില്ലകളിലും മഴ സാധ്യതയുണ്ട്. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി ജന്മനാട് കൈകോർക്കുന്നു. നിയമസഹായ സമിതി എന്ന പേരിലാണ് ജനകീയ കൂട്ടായ്മയുടെ ഇടപെടൽ. മോചനത്തിന് ആവശ്യമായ തുക കണ്ടെത്താൻ കൂടുതൽ സുമനസ്സുകളുടെ സഹായം അനിവാര്യമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാടിനേറെ പ്രിയപ്പെട്ട അബ്ദുറഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് നാട്ടുകാർ. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഒരു നാടൊന്നാകെ കൈകോർത്തു. സന്നദ്ധ സംഘടനകളും മറ്റു കൂട്ടായ്മകളും പ്രവാസി ലോകത്തെ സുമനസ്സുകളും കൂടെ നിന്നു. അവനെ മോചിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് ഈ നാടിൽ വ്യത്യാസമില്ല. ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് അതിനുവേണ്ടി യത്നിക്കുന്ന ഒരു സമയം. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ലോകം ഒത്തൊരുമിച്ചാലല്ലാതെ ഇത്രയും വലിയൊരു ഭീമമായ ഫണ്ട് ഒപ്പിക്കാൻ സാധ്യമല്ല. പ്രാദേശികമായി കോടമ്പുഴ എന്ന ഗ്രാമത്തിലെ എല്ലാവരും ചേർന്ന് റഹീമിനെ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഈ കമ്മിറ്റിക്ക് അയച്ചു തന്നും റഹീമിനെ രക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾ ആരായുകയാണ്. 9 ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. മുൻപിലുള്ളത് ഭീമമായ തുകയാണ്. നാട്ടുകാർ പിരിച്ചെടുക്കുന്നത് കൊണ്ട് മാത്രം ലക്ഷ്യത്തിലേക്കെത്തില്ല. തിരിച്ചുവരവിനായി കനിവുള്ള മനുഷ്യരുടെ സഹായം തേടുകയാണ് കുടുംബത്തിനൊപ്പം അബ്ദുറഹീമിന്റെ നാടും. 24 കോഴിക്കോട്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം.
സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. നാളെ വൈകുന്നേരത്തോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകും. പ്രചാരണത്തിൽ മുന്നണികൾക്കിടയിൽ പരാതികളും പോർവിളികളും മുറുകുകയാണ്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിനെതിരെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വോട്ടിന് പണം നൽകിയെന്ന ആരോപണത്തിന് എതിരെയാണ് പരാതി. വ്യാജ വീഡിയോ പ്രചാരണം നടത്തുന്നു എന്ന പരാതിയുമായി ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫ് രംഗത്തു വന്നു. പാനൂരിലെ ബോംബ് സ്ഫോടനം വടകരയിൽ LDFനെതിരെ ആയുധമാക്കുകയാണ് UDF. സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനം തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാവേലിക്കര മണ്ഡലത്തിൽ. LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന് വേണ്ടി രാവിലെ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ ഭരണിക്കാവിലും വൈകിട്ട് 4-ന് ചെന്നിത്തലയിലും 6-ന് പത്തനാപുരത്തും മുഖ്യമന്ത്രി വോട്ട് തേടും. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ പര്യടനം വൈകിട്ട് 4 മണിക്ക് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിന് ശേഷം DK ശിവകുമാറും KC വേണുഗോപാലും അരീപ്പറമ്പ് മുതൽ അർത്തുങ്കൽ വരെ റോഡ് ഷോ നടത്തും. ഇലക്ട്രൽ ബോണ്ട് പ്രചാരണായുധമാക്കുന്ന CPIഎമ്മിനെ കരുവന്നൂർ തട്ടിപ്പുയർത്തി പ്രതിരോധിക്കുകയാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കരുവന്നൂരിൽ പ്രചാരണത്തിന് എത്തും. തൃശൂരിലെയും ആലത്തൂരിലെയും BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി ഈ മാസം 13-നോ 14-നോ നരേന്ദ്രമോദി എത്തും. രണ്ടിടങ്ങളിലും പൊതുസമ്മേളനവും റോഡ് ഷോയും സംഘടിപ്പിക്കാനാണ് നീക്കം. കേന്ദ്ര ഏജൻസികൾ കരുവന്നൂരിൽ പിടിമുറുക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കരുവന്നൂരിലേക്ക് എത്തുന്നത്. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന് കരുവന്നൂരിൽ കർശന നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ബൂത്ത് ഏജന്റുമാരുടെ യോഗത്തിലും പ്രധാനമന്ത്രി കരുവന്നൂർ ചർച്ചയാക്കി. ഇതിനു പിന്നാലെയാണ് ദേശീയ തലത്തിൽ തന്നെ കരുവന്നൂർ വിഷയം ചർച്ചയാക്കാനുള്ള നരേന്ദ്രമോദിയുടെ നീക്കം. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് CPIഎമ്മിന്റെ നിയമ പോരാട്ടമായിരുന്നു. അഴിമതിക്കെതിരായി CPIഎം ദേശീയ തലത്തിൽ പോരാട്ടം നടത്തുമ്പോൾ കേരളത്തിൽ സഹകരണ ബാങ്കുകളിൽ പോലും കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന പ്രചാരണം സജീവമാക്കാനാണ് പുതിയ നീക്കം. വിഷുവിനോടനുബന്ധിച്ച് 13, 14 തീയതികളാണ് സന്ദർശനത്തിനായി പരിഗണിക്കുന്നത്. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി SPG സംസ്ഥാന പോലീസ് ഇന്റലിജൻസിനോട് റിപ്പോർട്ട് തേടി. സുരേഷ് ഗോപിയുടെ പ്രചരണാർത്ഥം കരുവന്നൂരിലും TN സരസുവിന്റെ പ്രചരണാർത്ഥം കുന്നംകുളത്തും പ്രധാനമന്ത്രി എത്തും. രണ്ടിടങ്ങളിലും സന്ദർശനത്തിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സൂരജ് സജി, 24, തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ ജൽപായ്ഗുഡി, ബീഹാറിലെ നവാഡ എന്നിവിടങ്ങളിൽ പ്രചാരണ റാലികൾ നടത്തും. കോൺഗ്രസ് പ്രകടന പത്രികയെ കടുത്ത ഭാഷയിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജസ്ഥാനിലെ ബിക്കനീറിലും ജുൻജുനുവിലുമായി 2 റാലികളിൽ പങ്കെടുക്കും. കോൺഗ്രസിന്റെ അടുത്തഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. ഡൽഹി, പശ്ചിമബംഗാൾ, ഹരിയാന സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ ദിവസം ചേർന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ചയായി. 233 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. LDFനെയും UDFനെയും രൂക്ഷമായി വിമർശിച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. പിണറായി സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുവെന്നാണ് വിമർശനം. അരവിന്ദ് കെജ്രിവാൾ ജയിലിലും രാഹുൽ ഗാന്ധി ബെയിലിലുമാണെന്ന് JP നഡ്ഡ പരിഹസിച്ചു. കോഴിക്കോട് റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ പ്രചാരണാർത്ഥമുള്ള റോഡ് ഷോയിലാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കെടുത്തത്. അരയെടുത്തു പാലത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പേർ അണിനിരുന്നു. മുതലക്കുളം മൈതാനം വരെയായിരുന്നു റോഡ് ഷോ. LDFനെയും UDFനെയും കടന്നാക്രമിച്ചായിരുന്നു നദ്ദയുടെ പ്രസംഗം. LDF and UDF are the two sides of the same coin. Both are corrupt. Both believe in bad administration. Both believe in filling their houses with money bags. Both believe in corruption. രാജ്യപുരോഗതിയിൽ കേരളവും ഭാഗമാകണമെന്നും അതിനായി NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും നദ്ദ പറഞ്ഞു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. 24 കോഴിക്കോട്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ഉപവാസ സമരം നടത്തും. ഡൽഹി ജന്തർ മന്ദിറിലെ ഉപവാസ സമരത്തിൽ പാർട്ടിയുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. രാവിലെ 11 മണിയോടെ ഉപവാസം ആരംഭിക്കും. രാജ്യത്തുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ പാർട്ടി നേതാക്കൾ സമരം ചെയ്യും. കെജ്രിവാളിനു വേണ്ടി മാത്രമല്ല, രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ കൂടിയാണ് സമരം എന്നാണ് നേതാക്കളുടെ പ്രതികരണം.
വോട്ടെടുപ്പിന് മുൻപേ അറസ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മുംബൈയിലുണ്ട്. മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ അമോൽ കീർത്തിക്കറാണ് ഇഡിയുടെ അറസ്റ്റിന് താൻ തയ്യാറാണ് എന്ന് പറയുന്നത്. കിച്ചടി അഴിമതി കേസിൽ നാളെ ഇഡിക്ക് മുന്നിൽ അമോൽ ഹാജരാകും. തന്നെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അമോൽ 24 പറഞ്ഞു. സ്ഥാനാർത്ഥി പത്രിക നൽകിയതിന് പിന്നാലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡിയുടെ നോട്ടീസ് കിട്ടിയ ആളാണ് അമോൽ കീർത്തിക്കർ. അമോലിന്റെ അച്ഛൻ ഗജാനന്ദാണ് നിലവിലെ സ്ഥലം MP. പക്ഷേ അച്ഛൻ ഷിൻഡെ പക്ഷത്തും മകൻ ഉദ്ധവ് പക്ഷത്തുമാണ്. മകനെ ഉദ്ധവ് സ്ഥാനാർത്ഥിയാക്കിയതോടെ അച്ഛൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് മാറി. എതിരാളിയെ കാത്തിരിക്കാതെ മുംബൈയിൽ പ്രചാരണ തിരക്കിലാണ് അമോൽ. അച്ഛന്റെ രാഷ്ട്രീയം, മകന് മകന്റെ രാഷ്ട്രീയം എന്നതാണ് ലൈൻ. पॉलिटिकल जो उन्होंने एजेंडा या पॉलिटिकल उन्होंने निर्णय लिया वो अलग है, उनका अलग है, मेरा अलग है. तो मेरे ख्याल से मैं जब भी 18 ईयर्स और उसके बाद में जब भी बड़ा हुआ तो मेरे पिताजी ने कभी मुझे ऐसी ज़बरदस्ती नहीं की. हम ओपन माइंडेड है. കോവിഡ് കാലത്ത് അതിഥി തൊഴിലാളികൾക്ക് സൗജന്യമായി കിച്ചടി നൽകാനുള്ള പദ്ധതിയിൽ അഴിമതി നടത്തിയെന്നാണ് കേസ്. ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് കേസെന്ന് വിശദീകരിക്കുകയാണ് സ്ഥാനാർത്ഥി. ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റിലായേക്കും, എന്നാലും പേടിക്കില്ല. इंक्वायरी होती रहेगी और इंक्वायरी एजेंसीज जो भी मुझे पूछेंगी मैं उनको सपोर्ट करने तैयार हूँ और हमेशा करता आ रहा हूँ. उस दिन मैं नहीं गया था, अगले तारीख को मैं जाने वाला हूँ. താൻ കണ്ണുവെച്ചിരുന്ന സീറ്റ് ശിവസേന ഉദ്ധവ് വിഭാഗം കൊണ്ടുപോയ പിണക്കത്തിലാണ് സഞ്ജയ് നിരുപം കോൺഗ്രസ് വിട്ടത്. കിച്ചടി കള്ളനെന്ന് അമോലിനെ ആക്ഷേപിച്ചു. ഒന്നുകിൽ നിരുപത്തെയോ അല്ലെങ്കിൽ നടൻ ഗോവിന്ദയെയോ ശിവസേന ഷിൻഡെ വിഭാഗം അമോലിനെതിരെ രംഗത്തിറക്കുമെന്നാണ് അറിയുന്നത്. ക്യാമറാമാൻ വരുൺ വി നായർക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലഭിച്ചൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് പടക്കം തെറിച്ച് വീണ് കുന്നിന് തീപിടിച്ചു. മുക്കം ഹൈസ്കൂൾ റോഡരികിലെ കുന്നിലാണ് അപകടം. മുക്കം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണച്ചു. സമീർ സി മുഹമ്മദ് നൽകും കോഴിക്കോട് നിന്ന് വിവരങ്ങൾ. സമീർ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വേനൽക്കാലമാണ്, പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, അവിടെ പടക്കം പൊട്ടിച്ചതാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് വഴിവെച്ചത്. പടക്കം പൊട്ടിച്ചപ്പോൾ അത് ദിശ മാറി വീഴുകയും പിന്നീട് അത് വളരെ വേഗത്തിൽ തന്നെ അടിക്കാടിന് തീപിടിച്ചു. വളരെ വേഗത്തിൽ അത് വ്യാപിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് വലിയ ഒരു ആശങ്ക ഉണ്ടാവുകയും ചെയ്തത്. ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് അത് പിന്നീട് അണക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നാട്ടുകാരുടെയും അതുപോലെ തന്നെ മുക്കം ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് തീയണച്ചത്. പടക്കം പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ വലിയൊരു ജാഗ്രതാ നിർദ്ദേശമാണ് ഫയർഫോഴ്സ് നൽകുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ വിഷുവും അതുപോലെ തന്നെ പെരുന്നാളും ഒക്കെ എത്തുകയാണ്, ആഘോഷ നാളുകളാണ്. അതുകൊണ്ട് തന്നെ പടക്കം ഉൾപ്പെടെയുള്ള കരുമരുന്ന് പ്രയോഗങ്ങൾ ഉണ്ടാകും. ശക്തമായിട്ടുള്ള ചൂടാണ്, ഒപ്പം തന്നെ വലിയ രീതിയിൽ ഇലകളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ചെറിയ ഒരു തീപ്പൊരി മതി വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്, അതിനുള്ള ജാഗ്രത എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഫയർഫോഴ്സ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ ഒരു അപകടം വലിയ രീതിയിലേക്ക് വ്യാപിക്കാതിരിക്കാൻ ഫയർഫോഴ്സിന്റെ ഇടപെടലിനെ കൊണ്ട് കഴിഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെ തീ അണക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസമാണ്. പ്രജി, ശരി. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് സുഗന്ധഗിരി മരമുറിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ലക്കിടി ചെക്ക് പോസ്റ്റിൽ വനം വകുപ്പിന്റെ പരിശോധന. മരങ്ങളുമായി കടന്നുപോയ ലോറികളുടെ വിവരം ശേഖരിക്കുന്നതിനാണ് പരിശോധന നടത്തിയത്. ഏത് പാസ് ഉപയോഗിച്ചാണ് മരങ്ങൾ കടത്തിയത് എന്നാണ് വനം വകുപ്പ് അന്വേഷിക്കുന്നത്. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ നീതുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഭവത്തിൽ താഴെത്തട്ടിലുള്ള ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ രംഗത്തെത്തി. സെക്ഷൻ സ്റ്റാഫുകളെ ബലിയാടാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. ആടുജീവിതത്തിലൂടെ അതിജീവനത്തിന്റെ സന്ദേശം പകർന്ന നജീബിന് സ്നേഹശില്പം സമ്മാനിച്ച് ഡാവിഞ്ചി സുരേഷ്. ആറാട്ടുപുഴയിലെ നജീബിന്റെ വീട്ടിൽ വെച്ചാണ് ശില്പം സമ്മാനിച്ചത്. ആടുജീവിതം നോവൽ, സിനിമ എന്നിവയും നജീബിന്റെ മുഖവും ഉൾപ്പെടുത്തിയുള്ളതാണ് ശില്പം. ഇരുമ്പ് കമ്പികളും തകിട് ഷീറ്റുകളും ഫൈബറും ഉപയോഗിച്ച് നിർമ്മിച്ച ശില്പത്തിന് 4 അടിയോളം ഉയരമുണ്ട്. എക്സോട്ടിക് ഡ്രീംസിലെ കലാകാരന്മാർ വരച്ച ചിത്രങ്ങളും നജീബിന് കൈമാറി. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് വിശ്വാസികൾ റമദാൻ 27-ാം രാവിൽ പ്രാർത്ഥനയിൽ മുഴുകി. റമദാൻ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിൽ ഒന്നാണ് 27-ാം രാവ്. മലപ്പുറം സ്വലാത്ത് നഗറിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന് 10,000-ങ്ങൾ പങ്കെടുത്തു. റമദാൻ 27-ാം രാവിന്റെ പുണ്യം തേടി കഴിഞ്ഞ രാത്രി മുഴുവൻ വിശ്വാസികൾ വീടുകളിലും പള്ളികളിലുമായി പ്രാർത്ഥനയിലും പ്രവാചക പ്രകീർത്തനങ്ങളിലും മുഴുകി. ലൈലത്തുൽ ഖദർ അഥവാ നിർണയ രാവിന്
ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഇന്നലത്തെ രാത്രിക്കാണ്. നേരെ പുലരുവോളമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് നടന്നത്. മലപ്പുറം സ്വലാത്ത് നഗറിൽ നടന്ന പ്രാർത്ഥനാ സദസ്സിന് 10,000-ങ്ങളാണ് എത്തിയത്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അത്രയും വലിയ ഒരു പറ്റിയപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ദുആ എനിക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. വ്രതവിശുദ്ധിയുടെ നാളുകളിൽ ആർജിച്ചെടുത്ത ആത്മീയ ചൈതന്യം തുടർന്നും സംരക്ഷിച്ചുള്ള ജീവിതം നയിക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ടെന്ന് പണ്ഡിതർ പറഞ്ഞു. പ്രാർത്ഥനയ്ക്കൊപ്പം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും ഉത്ബോധനം നടത്തി. ഇനി 2-3 ദിവസങ്ങൾക്കകം റമദാനെ സലാം ചൊല്ലി വിശ്വാസികൾ യാത്രയാക്കും. 24 മലപ്പുറം. ഇപ്പോൾ ലഭിച്ച മറ്റൊരു വാർത്തയിലേക്ക്. മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു പോലീസ്. 2 പേർ നിരീക്ഷണത്തിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വിനീത വിജി നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. വിനീത, മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന് പോലീസ് എന്തുകൊണ്ട് പറയുന്നു? ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരുടെ ചോദ്യം ചെയ്യൽ അത് പൂർത്തിയായിട്ടുണ്ടോ? പ്രജൻ, കസ്റ്റഡിയിലുള്ളവർ നിലവിൽ റിമാൻഡിലാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പ്രദേശവാസികളായ 10 പേരെയാണ് ഇന്നലെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവർ റിമാൻഡിലാവുകയും ചെയ്തത്. ഈ ആൾക്കൂട്ടമർദ്ദനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. പ്രതികളിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. 2 പേർ നിരീക്ഷണത്തിലാണെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. ഈ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ഈ അശോക് ദാസിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും ഒപ്പം തന്നെ അശോക് ദാസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ചിലത് ഈ പ്രതികൾ തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇത് ബാക്കപ്പ് ചെയ്ത് കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങളും അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുകയാണ്. സൈബർ സെല്ലിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നത്. ഒരുപക്ഷെ നാളെ ഈ ദൃശ്യങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ലഭിച്ചാൽ ആ ഘട്ടത്തിൽ തന്നെ ഈ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. SMA രോഗം ബാധിച്ച ഖത്തർ മലയാളി ദമ്പതികളുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. മൽഖ റൂഹി എന്ന 4 വയസ്സുകാരിയുടെ ചികിത്സയ്ക്കായി ഏകദേശം 20 കോടിയിലേറെ രൂപയാണ് ആവശ്യമുള്ളത്. ഇതിനായി ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണ ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട്. തനിക്ക് ബാധിച്ച രോഗത്തിന്റെ ഗൗരവം തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഈ പിഞ്ചുകുഞ്ഞിന്റെ മുഖം ഇപ്പോൾ ഖത്തറിലെ ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ചിലെ പൊള്ളുന്ന ആധിയാണ്. ഖത്തറിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പാലക്കാട് മേപ്രമ്പ് സ്വദേശികളായ റിസാലിന്റെയും നിഹാലയുടെയും മകൾ മൽക്ക റൂഹിക്ക് അത്യപൂർവമായ സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ SMA ആണെന്ന് തിരിച്ചറിഞ്ഞത് 2 മാസം മുമ്പ്. മോളുടെ 2nd മന്ത് പോളിയോ വാക്സിനേഷൻ സമയത്താണ് ഡോക്ടർ എക്സാമിൻ ചെയ്യുമ്പോഴാണ് മോൾക്കൊരു വീക്ക്നെസ് ഉള്ളതായിട്ട് പറയുന്നത്. പക്ഷെ അവരതൊരു കൺഫർമേഷൻ ചെയ്യണമെങ്കിൽ കുറേ ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹയർ ഹോസ്പിറ്റലിലോട്ട് അവർ റെഫർ ചെയ്യായിരുന്നു. പിന്നെ അതിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ റെഫർ ചെയ്ത് അവരുടെ എക്സാമിനേഷൻ ശേഷം അവർ ഫർദർ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിലോട്ട് പോയി. ആ ടെസ്റ്റിങ്ങിൽ ബ്ലഡ് ടെസ്റ്റും ജനറ്റിക് ടെസ്റ്റിലാണ് മോൾക്ക് കൺഫേം ചെയ്തത് SMA ടൈപ്പ് 1 എന്നുള്ള ഹെൽത്ത് കണ്ടീഷനാണെന്നുള്ളത്. ഖത്തർ സർക്കാരിന് കീഴിൽ ലഭ്യമായ ചികിത്സയെല്ലാം നൽകുന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട മരുന്നിന് മാത്രം 20 കോടിയിലേറെ രൂപയാണ് ആവശ്യം. കുറഞ്ഞ ദിവസങ്ങൾക്കകം ഇത്രയും ഭാരിച്ച തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് മാതാപിതാക്കളും ഖത്തറിലെ ഇന്ത്യൻ സമൂഹവും. 11.6 മില്യൺ ഖത്തറി റിയാലാണ് ഏകദേശം 23 കോടി രൂപയോളം വരുന്ന ചികിത്സാ ചെലവാണ് മൊത്തത്തിൽ വരുന്നത്. നമുക്കൊക്കെ അറിയാം, സാധാരണ ഒരു ഫാമിലിക്ക് താങ്ങാവുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള വലിയൊരു എമൗണ്ടാണ്. തീർച്ചയായും നമ്മുടെ പോലുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടുകൊണ്ട് മാത്രമേ നമ്മുടെ കുഞ്ഞു മൽക്കയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതിലെല്ലാവരുടെയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ എല്ലാവരുടെയും വലിയ സപ്പോർട്ടുകൾ, ചെറിയ ചെറിയ സംഖ്യ ആണെങ്കിൽ പോലും നമ്മുടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ ആവശ്യമുണ്ട്. ഖത്തർ ചാരിറ്റി ഇതിനുള്ള തുക സമാഹരിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള സുമനസ്സുകളുടെ സഹായം കൂടിയുണ്ടെങ്കിലേ ഈ ദൗത്യം ഫലം കാണൂ എന്നുറപ്പ്.
ഖത്തർ ചാരിറ്റിയിൽ ഇപ്പോൾ നമ്മുടെ ഖത്തറിൽ എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. അവരുടെ തന്നെ ലിങ്കിൽ നമ്മൾ പോകുമ്പോൾ കാർഡ് പേയ്മെൻറ്റ്, ATM, ഡെബിറ്റും ക്രെഡിറ്റും പിന്നെ ഗൂഗിൾ പേ എന്നുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അതിന് പുറമെ ഖത്തർ ചാരിറ്റി ഇവിടെ ഖത്തറിലുള്ളവർക്ക് നമ്മുടെ ഈ ഖത്തർ ചാരിറ്റിയുടെ കിയോസ്കുകളിൽ പോയിട്ട് ഈ റെഫറൻസ് നമ്പർ പറഞ്ഞാലും അങ്ങനെയും ഡൊണേറ്റ് ചെയ്യാം. ഈ ആപ്പ് ത്രൂ മാത്രം ചെയ്യണമെന്നില്ല. ഖത്തർ ചാരിറ്റിയുടെ വെബ്സൈറ്റ് വഴി ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും പണമയക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു അണുബാധയുണ്ടായാൽ പോലും ജീവൻ അപകടത്തിലാവുന്ന ഈ പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ എത്ര ചെറിയ തുകയും ഈ സംവിധാനം വഴി അയക്കാനാവും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കാറുള്ള പ്രവാസികൾ ഒന്ന് മനസ്സുവെച്ചാൽ ഈ പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാം. അൻവർ പാലേരി, 24 ദോഹ. ഇനി ഇപ്പോൾ കിട്ടിയത് മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. 2 പേർ നിരീക്ഷണത്തിൽ. BBC-യുടെ ഇന്ത്യയിലെ ന്യൂസ് റൂം അടച്ചു. ആദായനികുതി ലംഘനത്തിന്റെ പേരിലുള്ള നടപടിയെ തുടർന്നാണ് നീക്കം. പ്രസിദ്ധീകരണ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറി. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു.